സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. അമുസ്ലിമിന്റേത് കക്കാൻ പാടില്ല, മുസ്ലിമിന്റേതും കക്കാൻ പാടില്ല. അമുസ്ലിമിനോടും മുസ്ലിമിനോടും കളവ് പറയാൻ പാടില്ല. ഇതുപോലെ മുസ്ലിമിനോടും കരാറ് ലംഘിക്കാൻ പാടില്ല, അമുസ്ലിമിനോടും കരാറ് ലംഘിക്കാൻ പാടില്ല. ഇത്ര സുന്ദരമായ ഒരു മതം, സുബ്ഹാനല്ലാഹ്. വന്ന് ചോദിക്കുന്ന അസ്മാ ബീബി റളിയല്ലാഹു അൻഹാ, അതാ ഇന്ന ഉമ്മി ജാഅത്ത്, ഉമ്മ വന്നിരിക്കുന്നു നബിയെ. അതേ വഹിയ മുശ്രിക്കത്തുൻ, അവൾ ഒരു ബഹുദൈവ വിശ്വാസിനിയാണ്, നമ്മളെ കൂടെ ആശയത്തിലില്ലാത്ത പെണ്ണാണ്. അതേ ഫാസിലുഹാ, ഞാൻ എന്റെ അമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, അമ്മയുമായുള്ള ബന്ധം ചേർക്കാൻ പറ്റുമോ? ഖാല സിലിഹാ, അമ്മയെ അമ്മയായി തന്നെ കരുതണം, അമ്മക്ക് വേണ്ടത് കൊടുക്കണം. ഹബീബ് നബി ഞങ്ങളതാ പഠിപ്പിക്കുന്നു. ഇസ്ലാം വർഗീയതയില്ലാത്ത മതമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ സൗന്ദര്യമാണ്. അമുസ്ലിമിന്റേത് കക്കാൻ പാടില്ല, മുസ്ലിമിന്റേതും കക്കാൻ പാടില്ല. അമുസ്ലിമിനോടും മുസ്ലിമിനോടും കളവ് പറയാൻ പാടില്ല. ഇതുപോലെ മുസ്ലിമിനോടും കരാറ് ലംഘിക്കാൻ പാടില്ല, അമുസ്ലിമിനോടും കരാറ് ലംഘിക്കാൻ പാടില്ല. ഇത്ര സുന്ദരമായ ഒരു മതം, സുബ്ഹാനല്ലാഹ്. വന്ന് ചോദിക്കുന്ന അസ്മാ ബീബി റളിയല്ലാഹു അൻഹാ, അതാ ഇന്ന ഉമ്മി ജാഅത്ത്, ഉമ്മ വന്നിരിക്കുന്നു നബിയെ. അതേ വഹിയ മുശ്രിക്കത്തുൻ, അവൾ ഒരു ബഹുദൈവ വിശ്വാസിനിയാണ്, നമ്മളെ കൂടെ ആശയത്തിലില്ലാത്ത പെണ്ണാണ്. അതേ ഫാസിലുഹാ, ഞാൻ എന്റെ അമ്മക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, അമ്മയുമായുള്ള ബന്ധം ചേർക്കാൻ പറ്റുമോ? ഖാല സിലിഹാ, അമ്മയെ അമ്മയായി തന്നെ കരുതണം, അമ്മക്ക് വേണ്ടത് കൊടുക്കണം. ഹബീബ് നബി ഞങ്ങളതാ പഠിപ്പിക്കുന്നു. ഇസ്ലാം വർഗീയതയില്ലാത്ത മതമാണ്.